നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. എന്തുകൊണ്ടാണ് ഞാൻ ഈ രാശിയിൽ ജനിച്ചത്, അല്ലെങ്കിൽ എൻ്റെ രാശി കാരണം എനിക്ക് പ്രശ്നങ്ങളാണോ? പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണിത്. തുലാം രാശിയിൽ ജനിച്ചതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രത്യേക ഗുണങ്ങളും കടമകളും വരുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളുടെ ജനനത്തിന്റെ സവിശേഷതകളും 2030 വരെയുള്ള കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നും നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കാൻ സാധിക്കും. ജ്യോതിഷത്തിലെ 12 രാശികളിൽ 7ാമത്തെ രാശിയാണ് തുലാം. രാശിചക്രത്തിന്റെ മധ്യഭാഗത്തായി വരുന്നത് കൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ സന്തുലിതാവസ്ഥയുടെ പ്രതീകമായാണ് ഈ രാശിയെ കണക്കാക്കുന്നത്. മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ, പങ്കാളിത്തം, സാമൂഹിക ജീവിതം എന്നിവയെ ഈ രാശി പ്രതിനിധീകരിക്കുന്നു. സൗന്ദര്യം, ആഡംബരം, പ്രണയം, കലകൾ എന്നിവയുടെ ഗ്രഹമായ ശുക്രനാണ് തുലാം രാശിയെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് വൃത്തിയും വെടിപ്പുമുള്ള ചുറ്റുപാടുകളോട് വലിയ താല്പര്യമായിരിക്കും. നല്ല വസ്ത്രങ്ങൾ ധരിക്കാനും വീടും പരിസരവും ഭംഗിയായി സൂക്ഷിക്കാനും ഇവർ ശ്രദ്ധിക്കും. സംഗീതം, സിനിമ, സാഹിത്യം തുടങ്ങിയ കലാരംഗങ്ങളിൽ ഇവർക്ക് സ്വാഭാവികമായ ഒരു അഭിരുചി ഉണ്ടായിരിക്കും. സമാധാനപ്രിയരായ ഇവർ തർക്കങ്ങളെക്കാൾ കൂടുതൽ സ്നേഹത്തിനും ഐക്യത്തിനും പ്രാധാന്യം നൽകുന്നു. വായുവിനെ പോലെ എപ്പോഴും സജീവമായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് തുലാം രാശിക്കാർ. വായുവിന് ഒരു സ്ഥലത്ത് കെട്ടിക്കിടക്കാൻ സാധിക്കാത്തതുപോലെ ഇവരുടെ ചിന്തകളും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പുതിയ കാര്യങ്ങൾ അറിയാനും ആളുകളുമായി സംസാരിക്കാനും ഇവർക്ക് വലിയ താല്പര്യമായിരിക്കും. എന്നാൽ വായു ചഞ്ചലമായതുകൊണ്ട് തന്നെ ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇവർക്ക് ചെറിയ പ്രയാസം നേരിടാം. എങ്കിലും ആർക്കും വഴങ്ങിക്കൊടുക്കാത്ത ഒരു സ്വതന്ത്ര സ്വഭാവം ഇവർ എപ്പോഴും കാത്തു സൂക്ഷിക്കും. ഈ രാശിയുടെ അടയാളം ത്രാസാണ്. ഒരു കാര്യത്തിന്റെ ഗുണവും ദോഷവും കൃത്യമായി അളന്നു നോക്കിയേ ഇവർ പ്രവർത്തിക്കൂ. നീതിയുടെയും ന്യായത്തിന്റെയും വശത്ത് നിൽക്കാൻ ഇവർ എപ്പോഴും ശ്രമിക്കും. ആരോടും അമിതമായ പക്ഷപാതം കാണിക്കാതെ എല്ലാവരോടും ഒരേപോലെ പെരുമാറാൻ ഇവർ മിടുക്കരാണ്. ജീവിതത്തിൽ ജോലിയിലായാലും കുടുംബത്തിലായാലും ഒരു ബാലൻസ് കൊണ്ടുവരാൻ ഇവർ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രശ്നമുണ്ടായാൽ 2 വശവും കേട്ടു മാത്രമേ ഇവർ ഒരു നിഗമനത്തിലെത്തുകയുള്ളൂ. മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ തിരിച്ചറിയാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഇതിനെ നമുക്കൊരു 6ാം ഇന്ദ്രിയം എന്ന് വിളിക്കാം. ഒരാളുടെ പെരുമാറ്റം കണ്ടാൽ തന്നെ അവർ ഉള്ളിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഏകദേശം ഊഹിക്കാൻ ഇവർക്ക് സാധിക്കും. വരാനിരിക്കുന്ന ചില മാറ്റങ്ങളെ മുൻകൂട്ടി കാണാനും അതിനനുസരിച്ച് തയ്യാറെടുക്കാനും ഈ ഉൾക്കാഴ്ച ഇവരെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഉപദേശങ്ങൾ തേടി പലരും തുലാം രാശിക്കാരുടെ അടുത്തെത്താറുണ്ട്. തുലാം രാശിക്കാർക്ക് കലകളോട് വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമാണുള്ളത്. കേവലം ഒരു വിനോദം എന്നതിലുപരി സംഗീതം, നൃത്തം, അഭിനയം, ചിത്രകല അല്ലെങ്കിൽ സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് സ്വാഭാവികമായ ഒരു അറിവോ കഴിവോ ഉണ്ടായിരിക്കും. ഇവരുടെ ചിന്തകളിൽ എപ്പോഴും ഒരു സർഗാത്മകത നിറഞ്ഞു നിൽക്കും. ലോകത്തെ ഭംഗിയുള്ള രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നവരായതുകൊണ്ട് തന്നെ കലാപരമായ കാര്യങ്ങളിലൂടെ തങ്ങളെ തന്നെ പ്രകടിപ്പിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. പലപ്പോഴും ഈ രാശിക്കാർ മികച്ച കലാകാരന്മാരോ അല്ലെങ്കിൽ കലയെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരോ ആയിരിക്കും. സംസാരിക്കുവാനുള്ള ഇവരുടെ കഴിവ് എടുത്തു പറയേണ്ട ഒന്നാണ്. ആരോട് എപ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് ഇവർക്ക് നന്നായി അറിയാം. വളരെ മനോഹരമായും മാന്യമായും കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഇവർക്ക് പ്രത്യേകം എടുക്കുന്നുണ്ട്. കഠിനമായ കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും ദേഷ്യം പിടിപ്പിക്കാതെയും സമാധാനപരമായി പറഞ്ഞു മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കും. ഈ ഒരു ഡിപ്ലോമാറ്റിക് സ്വഭാവം ഇവരെ സമൂഹത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാക്കുന്നു. സൗന്ദര്യത്തിന്റെ ഗ്രഹമായ ശുക്രൻ ഈ രാശിയെ നയിക്കുന്നതുകൊണ്ട് ഇവരുടെ രൂപത്തിലും ഭാവത്തിലും ഒരു പ്രത്യേക വശ്യതയുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇവരുടെ കണ്ണുകൾക്കും പുഞ്ചിരിക്കും ആളുകളെ പെട്ടെന്ന് ആകർഷിക്കാനുള്ള ഒരു ശക്തിയുണ്ട്. വലിയ പ്രയത്നമൊന്നും കൂടാതെ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഇവർക്ക് സാധിക്കും. ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ പോലും തങ്ങളുടെ വ്യക്തിത്വം കൊണ്ടും പെരുമാറ്റം കൊണ്ടും വേറിട്ട് നിൽക്കാൻ തുലാം രാശിക്കാർക്ക് കഴിയും.
ജീവിതത്തിൽ സ്നേഹത്തിനും ബന്ധങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്നവരാണിവർ. വളരെ റൊമാൻറ്റിക്കായ ഒരു മനസ്സാണ് ഇവർക്കുള്ളത്. ജീവിത പങ്കാളിയോട് വളരെ ആത്മാർത്ഥമായും കരുതലോടും കൂടി പെരുമാറാൻ ഇവർ ഇഷ്ടപ്പെടുന്നു. തർക്കങ്ങളോ ബഹളങ്ങളോ ഇല്ലാത്ത സന്തോഷം നിറഞ്ഞ ഒരു പ്രണയ ജീവിതമാണ് ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും മനോഹാരിതയും സ്നേഹവും കണ്ടെത്താൻ ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ചുരുക്കത്തിൽ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആഗ്രഹിക്കുന്ന ഒരു ലോല മനസ്സിനുടമകളാണ് തുലാം രാശിക്കാർ. തുലാം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ കാണാൻ സാധിക്കും. ഇവർക്ക് ബുദ്ധിശക്തിയും ക്രിയാത്മകമായ ചിന്തകളും ധാരാളം ഉണ്ടാകും. എന്നാൽ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ തുടങ്ങുമ്പോൾ ഒരുതരം മടി ഇവരെ പിടികൂടും. പല നല്ല അവസരങ്ങളും ഈ മടി കാരണം ഇവർക്ക് നഷ്ടപ്പെട്ടേക്കാം. എന്നാൽ ഒരിക്കൽ ഇവർ ഒരു കാര്യം ചെയ്യാൻ ഉറപ്പിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഇവരെ കൃത്യമായി പ്രോത്സാഹിപ്പിച്ചാൽ, ഇവർ അസാമാന്യമായ വേഗതയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്ന ഈ അമിതാവേശം ചിലപ്പോൾ വിനയായി ഭവിക്കാം. കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യാതെ എടുത്തുചാടി ചെയ്യുന്നത് കൊണ്ട് പല തെറ്റുകളും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ആവേശം നിയന്ത്രിക്കാനും പക്വതയോടെ കാര്യങ്ങൾ ചെയ്യാനും ഇവർ എപ്പോഴും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പിന്തുണ നൽകാനും പ്രതിസന്ധികളിൽ തളരാതെ കൂടെ നിൽക്കാനും ചില പ്രത്യേക രാശിക്കാർക്ക് സാധിക്കും. അങ്ങനെയുള്ളവർ സുഹൃത്തുക്കളായോ ജീവിത പങ്കാളിയായോ ബിസിനസ് പാർട്ട്ണർമാരായോ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ അവരുമായുള്ള ബന്ധം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഇടവം, മിഥുനം, കന്നി, മകരം, കുംഭം രാശിക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് മാനസികമായ ഒരു കരുത്ത് ലഭിക്കും. ജോലിസ്ഥലത്തോ ബിസിനസ്സിലോ നിങ്ങൾ തളരുമ്പോൾ ശരിയായ ഉപദേശങ്ങൾ നൽകി നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ ഇവർക്ക് കഴിയും. ഇവരുടെ സാന്നിധ്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് എനർജി നിറക്കും. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ചില പ്രത്യേക പ്രായങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. തുലാം രാശിക്കാരുടെ ജീവിതത്തിന്റെ ആദ്യത്തെ പ്രധാന വഴിത്തിരിവ് 25-ാം വയസ്സിലാണ് സംഭവിക്കുക. നല്ലൊരു ജോലി ലഭിക്കാനോ അല്ലെങ്കിൽ ഭാവി ജീവിതത്തെ മാറ്റിമറിക്കുന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുക്കാനോ ഈ സമയത്ത് സാധിക്കും. 28-29 വയസ്സുകളിൽ ജീവിതത്തിൽ ചെറിയ ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. തുലാം രാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യു ടേൺ അല്ലെങ്കിൽ സുവർണകാലം ആരംഭിക്കുന്നത് 32 വയസ്സിന് ശേഷമാണ്. 32 മുതൽ 36 വയസ്സ് വരെയുള്ള കാലയളവ് വളരെ നിർണായകമാണ്. ഈ സമയത്ത് സാമ്പത്തികമായും സാമൂഹികമായും നിങ്ങൾ വലിയ പുരോഗതി കൈവരിക്കും. അതുവരെ അനുഭവിച്ചിരുന്ന പല പ്രയാസങ്ങളും മാറി ജീവിതം പുതിയൊരു ദിശയിലേക്ക് നീങ്ങുന്ന കാലമാണിത്. നീതിയുടെ ഗ്രഹമായ ശനി നിലവിൽ നിങ്ങളുടെ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ശനി 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് തുലാം രാശിക്കാർക്ക് വളരെ നല്ലതാണ്. വിട്ടുമാറാത്ത കടബാധ്യതകൾ തീർക്കാനും ശത്രുക്കളുടെ ശല്യം കുറയ്ക്കാനും കോടതി കേസുകളിൽ നിന്ന് അനുകൂലമായ വിധി ലഭിക്കാനും ഈ സമയം സഹായിക്കും. ആരോഗ്യകരമായ പ്രശ്നങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കും. 2027 ജൂണിൽ ശനി നിങ്ങളുടെ 7-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഇത് ദാമ്പത്യ ജീവിതത്തിൽ അല്പം ശ്രദ്ധ വേണ്ട സമയമാണ്. പങ്കാളിയുമായി അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതേ കാലയളവിൽ അവിവാഹിതർക്ക് വിവാഹം നടക്കാൻ നല്ല സാധ്യതയുണ്ട്. കൂടാതെ പുതിയ വീട് വാങ്ങാനോ വാഹനം സ്വന്തമാക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ളവ പുതുക്കിപ്പണിയാനോ ഉള്ള ഭാഗ്യം ഈ സമയത്ത് നിങ്ങളെ തേടിയെത്തും. 2026 ഡിസംബർ വരെ രാഹു 5-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പ്രണയിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം. ചെറിയ കാര്യങ്ങൾക്ക് പോലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാനും അത് ബന്ധത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. പുതിയ സൗഹൃദങ്ങളും പ്രണയബന്ധങ്ങളും തുടങ്ങുമ്പോൾ ഒരുപാട് ആലോചിക്കുക. ഈ സമയം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അല്പം പ്രയാസം അനുഭവപ്പെട്ടേക്കാം. 2027 രാഹു 4-ാം ഭാവത്തിലേക്ക് മാറുന്നു. ഇത് വീട് മാറാനോ താമസ സ്ഥലത്ത് മാറ്റങ്ങൾ വരുത്താനോ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശത്ത് ജോലി തേടുന്നവർക്കും രാഹുവിന്റെ ഈ മാറ്റം വലിയ അനുഗ്രഹമാകും.
2028 പകുതി മുതൽ 2029 വരെയുള്ള കാലഘട്ടം തുലാം രാശിക്കാർക്ക് പുരോഗതിയുടെ വലിയ വാതിലുകൾ തുറന്നു നൽകും. ഇന്റർനെറ്റ് അധിഷ്ഠിത ജോലികൾ ചെയ്യുന്നവർക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് രംഗത്തുള്ളവർക്കും ഈ സമയം വലിയ ലാഭം നേടാൻ സാധിക്കും. നിർമ്മിത ബുദ്ധി പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ പഠിക്കാനും അത് നിങ്ങളുടെ തൊഴിലിൽ ഫലപ്രദമായി ഉപയോഗിക്കാനും ഈ കാലയളവിൽ സാധിക്കും. ഇത് നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ബുദ്ധിശക്തി വളരെ വേഗത്തിൽ പ്രവർത്തിക്കും. ഏത് സങ്കീർണമായ പ്രശ്നത്തിനും പെട്ടെന്ന് പരിഹാരം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിസ്ഥലത്ത് കാര്യക്ഷമത വർദ്ധിക്കുകയും മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്ക് വലിയ ബഹുമാനം ലഭിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ബുദ്ധി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും നിങ്ങൾ വലിയ വിജയങ്ങൾ നേടുന്ന വർഷങ്ങളായിരിക്കും ഇത്. നമ്മുടെ പ്രയത്നത്തിനൊപ്പം ചില ആത്മീയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികൾ എളുപ്പത്തിൽ മറികടക്കാൻ സഹായിക്കും. തുലാം രാശിയുടെ അധിപൻ ശുക്രനായതുകൊണ്ട് തന്നെ ശുക്രനെ പ്രീതിപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ദിവസവും കുളിച്ച് വൃത്തിയായി വന്ന് ശാന്തമായ ഒരിടത്തിരുന്ന് ശുക്രസ്തോത്രം ജപിക്കുന്നത് നിങ്ങളുടെ മനസ്സിലെ അനാവശ്യ പേടികളും ആശങ്കകളും മാറ്റി സമാധാനം നൽകും. കൂടാതെ സാമ്പത്തികമായ അഭിവൃദ്ധി, നല്ല ബന്ധങ്ങൾ, ജീവിതത്തിലെ സൗകര്യങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കാനും ഈ മന്ത്രം സഹായിക്കും. ശനിഗ്രഹം നമ്മെ പരീക്ഷിക്കുന്ന സമയങ്ങളിൽ കരുത്തു നൽകാൻ ഹനുമാൻ സ്വാമിയുടെ ആരാധനയോളം മികച്ച മറ്റൊന്നില്ല. എല്ലാ ദിവസവും രാവിലെയോ വൈകുന്നേരമോ സമയം കണ്ടെത്തി ഹനുമാനെ ഭക്തിയോടെ ഭജിക്കുക. ശനിദോഷം കാരണം ഉണ്ടാകുന്ന മാനസിക വിഷമങ്ങൾ, ജോലിയിലെ തടസ്സങ്ങൾ എന്നിവ മാറാൻ ഇത് സഹായിക്കും. നിങ്ങളിൽ വലിയ ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടാക്കും. ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നല്ലതാണ്. ഈ പരിഹാരങ്ങൾ വളരെ ലളിതമാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്നത് വഴി നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.